الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم يا أيها المدثر قم فأنذر وربك فكبر وثيابك فطهر. ഏറെ സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി സൂക്ഷ്മതയോടുകൂടെ ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക്, അതല്ലെങ്കിൽ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കൾക്കും നൽകിയിട്ടുള്ള അനുഗ്രഹത്തെക്കുറിച്ച് വിശദീകരിക്കുവാൻ നമുക്ക് സാധ്യമല്ല. നോക്കൂ, നിങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ നിരന്തരമായി ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട്, അർ-റഹ്മാൻ അർ-റഹീം. റഹ്മാനിന് നമ്മൾ സാധാരണയായി മലയാളത്തിൽ അർത്ഥം പറയാറുള്ളത് പരമകാരുണികൻ എന്നതാണ്. ആ പദത്തിൻ്റെ വിശാലത നമ്മൾ ഓരോരുത്തരും അറിയേണ്ടതും പഠിക്കേണ്ടതുമാണ്.
ആ ഒരു വിഷയത്തിൽ നിന്നുകൊണ്ട് വളരെ ഗൗരവമുള്ള ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഖുതുബയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് പറയാനും കേൾക്കുവാനും ഉൾക്കൊള്ളുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വെളിച്ചം അല്ലാഹുവിൻ്റെ അനുഗ്രഹമാണ്. വായു അല്ലാഹുവിൻ്റെ അനുഗ്രഹമാണ്. വെള്ളം അല്ലാഹുവിൻ്റെ അനുഗ്രഹമാണ്. വിശ്വാസികളെ, ഈ ഭൂമി ലോകത്തെ വായു ഒരു മിനിറ്റ് നിലച്ചു പോയാൽ, അത് നമുക്ക് ലഭിക്കാതെ പോയാൽ ഈ ഭൂമി ലോകത്തിലെ സകല ജീവനുകളും ഇല്ലാതെയാകും. പക്ഷേ നമ്മളാരും അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ശ്വാസം കിട്ടാത്ത ശാരീരികമായ പ്രയാസം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപക്ഷെ നാം അനുഭവിച്ചിട്ടുണ്ടാകും. അതൊരു വലിയ പ്രയാസമാണ്. മരണത്തെ മുഖാമുഖം കാണുന്നത് പോലെ ശ്വാസം കിട്ടാത്ത ഒരു സാഹചര്യം നമുക്കുണ്ടാകും. അങ്ങനെ ഉണ്ടായിട്ടുള്ള പലരും ഉണ്ടാകും. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ അതിന് ചികിത്സ തേടും. അതിനാവശ്യമായ മരുന്നുകൾ നമ്മൾ കഴിക്കും. ആശ്വാസം കിട്ടുമ്പോൾ നമ്മൾ പറയാറുണ്ട്, മരണത്തിൽ നിന്ന് തിരിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതുപോലെ എന്ന് നമ്മൾ പറയാറുണ്ട്. നോക്കൂ നിങ്ങൾ, ഈ ഭൂമിയിലെ കോടാനക്കോടി മനുഷ്യർ ശ്വസിക്കാനുള്ള ഒരു സംവിധാനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ സംവിധാനിച്ചിട്ടുണ്ട്. വെളിച്ചം ഒരു അത്ഭുതമാണ്. രാപ്പകലുകളെ വേർതിരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ജീവിയുടെയും, മനുഷ്യൻ്റേത് മാത്രമല്ല, ഓരോ ജീവിക്കും അനുയോജ്യമായ രീതിയിൽ രാപ്പകലുകളെ അനുഗ്രഹിച്ചു നൽകിയവനാണ് സർവശക്തനായ റബ്ബ്. അതൊരു വല്ലാത്ത അത്ഭുതമാണ്. ആ അത്ഭുതത്തെക്കുറിച്ച് നമ്മൾ എങ്ങനെ വിശദീകരിക്കും? പരിശുദ്ധ ഖുർആൻ പലയിടത്തും പല വചനങ്ങളിലൂടെ നമുക്കത് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. വജഅൽന അൻ-നഹാറ മആശാ, പകലിനെ നമുക്ക് ജീവിക്കാൻ ആവശ്യമായ രീതിയിൽ സംവിധാനിച്ചവനാണവൻ. വജഅൽന അൽ-ലൈല ലിബാസാ, രാത്രിയെ ഒരു വസ്ത്രമായി എന്ന് പറഞ്ഞാൽ ഒരു മറയായി നമുക്ക് ഉറങ്ങാനും വിശ്രമിക്കാനും പറ്റുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രിയെ സംവിധാനിച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിൻ്റെ അത്ഭുതങ്ങൾ എമ്പാടുമുണ്ട്. അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എമ്പാടുമുണ്ട്. പ്രിയപ്പെട്ട വിശ്വാസികളെ, ആ വിഷയങ്ങളെ പഠിക്കുന്നിടത്താണ് അല്ലാഹുവിലേക്ക് അടുക്കാനും അല്ലാഹുവിനോടുള്ളൊരു മഹബ്ബത്തും നമുക്ക് ഉണ്ടാകുന്നത്. ആ രൂപത്തിൽ ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നോക്കൂ നിങ്ങൾ, ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം വെള്ളത്തെ കുറിച്ചാണ്. വെള്ളം നമുക്ക് വല്ലാത്ത ഒരു അനുഗ്രഹമാണ്. വെള്ളം കിട്ടാതിരുന്നാൽ നമ്മൾ ഇല്ലാതെയാകും. ജീവജാലങ്ങൾ ഇല്ലാതെയാകും. സസ്യലതാദികൾ ഇല്ലാതെയാകും. ഈ ഭൂമി തന്നെ വരണ്ടുപോകും. എല്ലാം നശിച്ചു പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വെള്ളത്തിന് വേണ്ടി കൃത്യമായ ഒരു സംവിധാനം ഈ ഭൂമി ലോകത്ത് ഒരുക്കി വച്ചിരിക്കുന്നു. അതാണ് മഴ. മഴയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് സംവിധാനിച്ചിട്ടുണ്ട്.
സൂറത്തു അൽ ബഖറയിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു തആലയെ പരിചയപ്പെടുത്തി, യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅൻ വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും ഫലാ തജഅലൂ ലില്ലാഹി അൻദാദാ വഅൻതും തഅലമൂൻ. ഖുർആന്റെ പ്രയോഗമാണ്. ഈ ആയത്തിനെ പഠിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു തആല ആരാണെന്ന് മനസ്സിലാകും. മനുഷ്യരെ വിളിച്ചുകൊണ്ടാണ് അല്ലാഹ് പറയുന്നത്, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. ആരാണ് ആ റബ്ബ്? ഉഅ്ബുദൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചവനാണവൻ. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ സമുദായത്തെയും സമുദായങ്ങളെയും മനുഷ്യരെയും സൃഷ്ടിച്ചവനാണവൻ. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ള ആളുകളാകുന്നതിന് വേണ്ടി. എന്നിട്ട് ആ അള്ളാഹുവിനെ പരിചയപ്പെടുത്താണ്. ആരെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്? എങ്ങനെയുള്ള റബ്ബിനെയാണ് ആരാധിക്കേണ്ടത്? അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅൻ വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും ഫലാ തജഅലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. ഭൂമിയെ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന രൂപത്തിൽ സജ്ജീകരിച്ചവനായ റബ്ബ്, ആകാശത്തെ ഒരു മേൽക്കൂരയാക്കി സംവിധാനിച്ച ഒരു റബ്ബ്, ആ ഒരു വാനലോകത്ത് നിന്ന്, ആ ഒരു മുകൾ ഭാഗത്ത് നിന്ന് വഅൻസല മിനസ് സമാഇ മാഅൻ, വെള്ളത്തെ നൽകിയ റബ്ബ്. എത്ര വിശാലമായിട്ട് ഖുർആൻ പറയാം. എന്നിട്ട് നിർത്തിയില്ല, ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും. ഫഅഖ്റജ ബിഹി, ആ മഴയിലൂടെ അല്ലാഹു പുറത്തേക്ക് കൊണ്ടുവന്നു, മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും. കണ്ടോ, നമുക്കുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെ അതാരാ കൊണ്ടുവന്നത്? അല്ലാഹുവാണ്. വ്യത്യസ്തമായ ഭക്ഷണ പദാർത്ഥങ്ങൾ, നമ്മൾ ഇന്നും കണ്ടിട്ടില്ലാത്ത ഭക്ഷണങ്ങളുണ്ട് ലോകത്ത്. രുചികരമായ ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട്, പഴവർഗ്ഗങ്ങളുണ്ട്. അതെല്ലാം ഈ ലോകത്ത് സംവിധാനിച്ചത് അല്ലാഹുവാണ്. അല്ലാഹു സുബ്ഹാനഹു തആല വേറെ ഈ സ്ഥലത്ത് പറയുന്നുണ്ട്, ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാത വജന്നാതിൻ അൽഫാഫ. സൂറത്തു നബയിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു തആല അതിലൂടെ ചെടികളെ, സസ്യലതാദികളെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. വജന്നാതിൻ അൽഫാഫ, ഇടതൂർന്ന തോട്ടങ്ങളാക്കി അല്ലാഹു സുബ്ഹാനഹു തആല അതിനെ സംവിധാനിക്കുകയാണ്. ഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോ ഇടതൂർന്ന ഇതുപോലെയുള്ള തോട്ടങ്ങളെ നമുക്ക് കാണാം. വ്യത്യസ്തമായ ചെടികളും മരങ്ങളും പൂക്കളും പഴങ്ങളും കായ്ച്ചു നിൽക്കുന്ന തോട്ടങ്ങളെ നമുക്ക് കാണാം. ഈ തോട്ടങ്ങൾ ഭൂമിയിൽ ഉണ്ടായത് അല്ലാഹു സുബ്ഹാനഹു തആല മഴയിലൂടെ നമുക്ക് കണ്ണിന് കുളിർമയായി, നമ്മുടെ വിശപ്പിന് പരിഹാരമായി അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് അനുഗ്രഹിച്ചു നൽകിയതാണ്. മഴയിലൂടെ അല്ലാഹു വീണ്ടും പറയുന്നുണ്ട്, വഅൻസൽനാ മിനസ് സമാഇ മാഅൻ ഫഅൻബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം فأخرجنا به ثمرات مختلفا ألوانها والله أنزل من السماء ماء فأحيا به الأرض بعد موتها. ഖുർആനിന്റെ വചനങ്ങളാണ്. ഈ മഴയിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല ഇണകളായി കൊണ്ടുള്ള വസ്തുക്കളെ അല്ലാഹു സുബ്ഹാനഹു തആല കൊണ്ടുവന്നു. മാത്രമല്ല فأخرجنا به ثمرات مختلفا ألوانها, വ്യത്യസ്തമായ കളറുകളിലുള്ള പഴവർഗ്ഗങ്ങളെ അല്ലാഹു സുബ്ഹാനഹു തആല നൽകി. ആപ്പിളിൽ 2 കളറുണ്ട്, അല്ല അതിലേക്കാൾ അധികം കളറുണ്ട്. പച്ചയും ചുമപ്പുമുള്ള പഴവർഗ്ഗങ്ങളുണ്ട്, നമ്മൾ കാണാറുണ്ട്, പക്ഷെ ചിന്തിക്കാറില്ല. എന്തിനേറെ അത് കഴിക്കുന്ന സമയത്ത് പോലും ബിസ്മില്ലാ
എന്ന് പോലും പറയാൻ മറന്നുപോകുന്ന സമൂഹമായി നമ്മൾ മാറി. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇത് വന്നതൊക്കെ വെറുതെയല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതാണ്. നോക്കൂ നിങ്ങൾ, അല്ലാഹു പറയാൻ വല്ലാഹു അൻസല മിനസ് സമാഇ മാഅൻ ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ. എല്ലാം നിർജീവമായതിൽ നിന്ന് മഴ നൽകി, ആ മഴയിലൂടെ ഫഅഹ്യാ ബിഹിൽ അർള, ഭൂമിയിൽ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവൻ കൊടുക്കുകയാണ്. നമ്മൾ കണ്ടിട്ടില്ലേ? ഖുർആൻ തന്നെ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, മഞ്ഞ കളറുകളായി മഞ്ഞ വർണ്ണമായി മാറി ഉണങ്ങിത്തീർന്നു പോയതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മഴയിലൂടെ മനോഹരമായ പച്ചപ്പിലേക്ക് കൊണ്ടുവന്നു. കണ്ടിട്ടില്ലേ? നമ്മൾ വരണ്ട് ഉണങ്ങിപ്പോയ പാടങ്ങളും വയലുകളും പറമ്പുകളുമൊക്കെ ഒരേ ഒരു മഴയിൽ അത് മനോഹരമായ പച്ചപ്പിലേക്ക് മാറുന്നു. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ്. ഞാൻ എന്തിനങ്ങനെ പറഞ്ഞെന്നറിയോ? ഈ മഴയെ നമ്മൾ പലപ്പോഴും ശപിക്കാറുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു മുഖ്യധാര മാധ്യമം അതിൻ്റെ മുഖപത്രത്തിൻ്റെ തലക്കെട്ടിൽ മഴയെക്കുറിച്ച് എഴുതിയത് രോഗം പെയ്തു തുടങ്ങി എന്നതാണ്. നഊദു ബില്ലാഹ്, രോഗം പെയ്തു തുടങ്ങി എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗത്തെയല്ല നമുക്ക് പെയ്ത് ഇറക്കി തന്നത്. ഇന്ന് നമ്മുടെ പള്ളിക്ക് പുറത്ത് മഴ പെയ്യുമ്പോൾ ആ മഴ ഒരു അനുഗ്രഹമാണ്. പ്രിയമുള്ളവരെ, അത് നമുക്ക് ഭാരമല്ല, അത് നമുക്ക് പ്രയാസമല്ല, അത് നമുക്ക് രോഗമല്ല, അത് അല്ലാഹുവിൻ്റെ കാരുണ്യമാണ് എന്ന് അറിയാൻ പഠിക്കാൻ. അതിനാണ് ഞാൻ തുടക്കത്തിൽ ചില ആയത്തുകൾ നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു വെച്ചത്. ധാരാളം വിശദീകരിക്കാനുണ്ട്. അതുകൊണ്ട് മഴയെ ഒരിക്കലും പഴിചാരരുത്, മഴയെ ഒരിക്കലും കുറ്റം പറയരുത്. മഴ ലഭിക്കാതിരുന്നാൽ അള്ളാഹുവിൻ്റെ സമക്ഷത്തിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചത് ഹബീബിനാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മഴയെ തേടിയുള്ള നമസ്കാരം പഠിപ്പിച്ചു തന്നത് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ദാഹിക്കുന്ന സമയത്ത് മനുഷ്യരൻ നമ്മുടെ ആവശ്യങ്ങൾക്ക് വെള്ളം കിട്ടാതെ വന്നാൽ അത് ജീവിതത്തിലെ വലിയ പരീക്ഷണമാണ്. അങ്ങനെ ഒരു പരീക്ഷണം വരാതിരിക്കാൻ, അങ്ങനെ ഒരു ഘട്ടം വന്നാൽ മഴ നൽകാൻ കഴിവുള്ളവനായ റബ്ബിന്റെ സമക്ഷത്തിലേക്ക് പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ പോകണമെന്ന് പഠിപ്പിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ പ്രവാചകനിലൂടെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസികളെ, മഴ ഒരിക്കലും നമുക്ക് ഒരു ഭാരമല്ല, അത് ഒരിക്കലും നമുക്ക് പ്രയാസമാകുന്നില്ല. മഴ വരുമ്പോഴേക്കും രോഗങ്ങൾ വരുന്നില്ല, മഴ വരുമ്പോഴേക്കും രോഗങ്ങൾ വരുന്നില്ല. പക്ഷേ മഴക്കാലത്ത് രോഗങ്ങൾ വർദ്ധിക്കാനുള്ള കാരണം എന്താണ്? നമ്മളാണ് ചിന്തിക്കേണ്ടത്. 6 മാസം മഴ പെയ്യാതിരുന്നാൽ വരൾച്ചയും 6 മാസം തുടർച്ചയായി പെയ്താൽ വെള്ളക്കെട്ടുകളും ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ റോഡുകളിൽ, ഹൈവേകളിൽ, വഴിയോരങ്ങളിൽ വലിയ വെള്ളക്കെട്ടുകൾ രൂപാന്തരപ്പെടുന്നു. എന്തേ കാരണം? അല്ലാഹു നൽകിയ മഴ കൊണ്ടാണോ? അല്ല. മനുഷ്യൻ അവന്റെ കരങ്ങൾ കൊണ്ട് ചെയ്തു തീർക്കേണ്ടത് ചെയ്യാത്തത് കൊണ്ടാണ്. ഇവിടുത്തെ ഭരണകൂടത്തിന്റെ പ്രവൃത്തികൾ, ഏതു ഭരണകൂടമായാലും ഞാൻ ഇന്ന് യാത്ര ചെയ്യുമ്പോൾ ഈ വെള്ളക്കെട്ടുകൾ കാണുമ്പോൾ ഞാൻ ആലോചിച്ചൊരു വിഷയം, എന്തുകൊണ്ടാണ് ഭരണകൂടങ്ങൾ വർഷക്കാലത്തിന് മുമ്പ് ആയുധങ്ങൾ എടുത്തുകൊണ്ട് റോഡരികിലേക്ക് ഇറങ്ങി വെള്ളം പോകാനുള്ള ഓടകൾ അതെല്ലാം ഒന്ന് തുഴഞ്ഞു വൃത്തിയാക്കി വെള്ളക്കെട്ടില്ലാതെ, വെള്ളക്കെട്ട് വരാതെ അതിനുള്ള ഒരു സംരക്ഷണം നൽകാത്തത്? ഇപ്പോഴാണ് ഇറങ്ങിയത്. മഴ തുടങ്ങിയത് ജൂണിലാണ്, ഇത് ജൂലൈ മാസത്തിൻ്റെ പകുതിയിലാണ്. ഇപ്പോഴാ ഗവൺമെന്റുകൾ, പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, നഗരസഭകൾ, അവിടുത്തെ കൗൺസിലർമാർ എല്ലാവരും ഇറങ്ങി ഇപ്പോഴാ ശുചീകരണം നടത്തുന്നത്.
ഈ വെള്ളക്കെട്ട് ഉണ്ടായാൽ അവിടെ കൊതുകുകൾ ഉണ്ടാകും. മനുഷ്യജീവനും അതുപോലെ മൃഗങ്ങൾക്കും അതുപോലുള്ള ജീവനുകൾക്കും ഭീഷണിയാകുന്ന വസ്തുക്കൾ ഉണ്ടാകും. അത് ഇല്ലാതിരിക്കണമെങ്കിൽ ഈ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കണമെന്ന് നിരന്തരമായി പറയുന്നു എന്നതല്ലാതെ അത് ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മഴയല്ല രോഗം കൊണ്ടുവരുന്നത്. മഴ കാരണം ആ വെള്ളം വന്നു കഴിഞ്ഞാൽ അതിനെ ഒഴിവാക്കി വിടാനുള്ള സംവിധാനങ്ങൾ മനുഷ്യൻ ചെയ്യാത്തത് കൊണ്ട് വെള്ളക്കെട്ടുകൾ ഉണ്ടാകുകയും അതുമൂലം മാരകമായ രോഗങ്ങൾ മനുഷ്യരിലേക്ക് പടർന്നു പിടിക്കുകയും ചെയ്യുന്നു. അതാണ് സത്യം. ഏതെങ്കിലും പഠനങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഡെങ്കിപ്പനിക്ക് കാരണം മഴയാണെന്ന്? ഏതെങ്കിലും പഠനങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എലിപ്പനിക്ക് കാരണം മഴയാണെന്ന്? ഏതെങ്കിലും പഠനങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഇന്ന് പടർന്നു പിടിക്കുന്ന പനികൾക്ക് കാരണം മഴയാണെന്ന്? പറഞ്ഞിട്ടില്ല. പിന്നെന്തേ ഇങ്ങനെ വരുന്ന വെള്ളത്തെ വേണ്ട രീതിയിൽ മാറ്റാനും ഒഴിവാക്കാനും സംവിധാനങ്ങളില്ലാത്തത് കൊണ്ട് വെള്ളം കെട്ടി നിന്നാൽ അപകടങ്ങൾ ഉണ്ടാകും. ആ കാരണം കൊണ്ടാണ് ഈ അപകടങ്ങൾ ഉണ്ടാകുന്നത്. മനുഷ്യന്റെ അനിയന്ത്രിതമായ കൈക്കടത്തലുകൾ. മനുഷ്യൻ ആലോചിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. ഇസ്ലാം വളരെ കൃത്യമായി ശുദ്ധിക്ക് ഗൗരവമായ രൂപത്തിൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ രണ്ടാമതായി ഖുർആൻ ഇറങ്ങുന്നത് തന്നെ ഈ വിഷയത്തെ സംബന്ധിച്ചാണ്. അള്ളാഹുവിന്റെ റസൂലിന് വഹി ഇറങ്ങി. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന വഹി ഇറങ്ങി. അവിടുന്ന് 3 വർഷം കഴിഞ്ഞുകൊണ്ട് ഇറങ്ങുന്ന രണ്ടാമത്തെ ഇറക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, യാ അയ്യുഹൽ മുദ്ദസ്സിർ, പുതപ്പിട്ട് മൂടിയവനെ ഉണരുക. ഖും ഫഅൻദിർ, എണീറ്റ് താക്കീത് ചെയ്യുക. വറബ്ബക ഫകബ്ബിർ, നിന്റെ റബ്ബിനെ നീ പ്രകീർത്തിക്കുക, തക്ബീർ ചൊല്ലുക. വസിയാബക ഫതഹിർ, നീ നിന്റെ വസ്ത്രത്തെ നീ ശുദ്ധീകരിക്കുക. അള്ളാഹുവിൻ്റെ പ്രഖ്യാപനമാണ്. എന്തിനാണെന്നറിയോ? മനുഷ്യ ശരീരത്തിന് പ്രയാസങ്ങളില്ലാതിരിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചതാണ്. നോക്കൂ, നിങ്ങൾ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞു. ഇന്നല്ലാഹ യുഹിബ്ബുത് തവാബീന വയുഹിബ്ബുൽ മുതതഹിരീന. അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നത് സൂറത്തുൽ ബഖറയിലുള്ള ആയത്താണ്. ഇന്നല്ലാഹ യുഹിബ്ബുത് തവാബീൻ, തൗബ ചെയ്യുന്ന അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നവരെ ഇന്നല്ലാഹ യുഹിബ്ബു, അവൻ ഏറെ ഇഷ്ടപ്പെടുന്നു. വയുഹിബ്ബുൽ മുതതഹിരീന, അല്ലാഹു സുബ്ഹാനഹു തആല ശുദ്ധിയുള്ളവരെയും ഇഷ്ടപ്പെടുന്നു. സുബ്ഹാനല്ലാഹ്. അല്ലാഹ് ഇഷ്ടപ്പെടുന്നവരുടെ ഗണത്തിൽ ആരുണ്ട്? വൃത്തിയുള്ളവരുണ്ട്. പള്ളിയിലേക്ക് വരുമ്പോൾ നല്ല വൃത്തിയുള്ള ഉടുപ്പും വസ്ത്രം എടുത്ത് വരുന്നവരെ കുറിച്ചല്ല പറഞ്ഞത്. അതുപോലെ വീടും പരിസരവും ചുറ്റുപാടും വൃത്തിയാക്കണം. അതും വേണം. അതും അള്ളാഹുവിൻ്റെ റസൂൽ ദീനിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലേ? നമ്മുടെ വീടിൻ്റെ ചുറ്റും ഇതുപോലെ വെള്ളം കെട്ടി നിൽക്കുന്ന സംവിധാനം ഉണ്ടാവരുത്, ഒഴിവാക്കി വിടണം. നമ്മുടെ വീട് 2 ഘട്ടത്തിലും, അഥവാ വർഷകാലഘട്ടങ്ങളിലും വേനൽകാലഘട്ടങ്ങളിലുമൊക്കെ എപ്പോഴും നമ്മുടെ വീട് വൃത്തിയായിരിക്കണം. ആ വീട്ടിൽ നിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് പകരുന്ന ഒന്നും ഉണ്ടാകരുത്. കഴുകാതെ കെട്ടിക്കിടക്കുന്ന പാത്രങ്ങൾ ഉണ്ടാകരുത്. നമ്മുടെ ബാത്റൂമുകൾ വൃത്തിയായിരിക്കണം. ബാത്റൂമിലേക്ക് കയറി ഇങ്ങോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഉപയോഗിച്ച് അതുപോലെ തന്നെ വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ ശരീരം മാത്രമല്ല, നമ്മൾ ശരീരം വൃത്തിയാക്കാൻ വേണ്ടി ഉപയോഗിച്ച എന്തൊക്കെ ബാത്റൂമിലുണ്ടോ അതെല്ലാം വൃത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങണം. അവിടൊക്കെ നമ്മൾ അമാന്തം കാണിച്ചാൽ അവിടുന്നാണ് നമുക്ക് ഈ രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ കടന്നു വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒക്കെ നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു. എത്ര സ്ഥലത്താണ് ഇത് പറയുന്നറിയോ? പക്ഷെ നമ്മളിത് മനസ്സിലാക്കണില്ലല്ലോ. കയ്യിലുള്ളതിൻ്റെ ഈ വാല്യൂ മനസ്സിലാക്കുന്നില്ല. കയ്യിലുള്ള ഈ ആദർശത്തിൻ്റെ, അള്ളാഹുവിൻ്റെ മതമാകുന്ന ദീനുൽ ഇസ്ലാമിൻ്റെ മഹത്വവും അതിൻ്റെ ഫളായിലുകളും അതിൻ്റെ ശ്രേഷ്ഠതയും മനസ്സിലാക്കി അത് ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാകുന്നില്ല.
അവിടെയാണ് നമുക്ക് വീഴ്ച പറ്റുന്നത്. നമസ്കാരത്തിൻ്റെ മുമ്പ് ശുദ്ധീകരിക്കാൻ പറഞ്ഞു. നോക്കൂ നിങ്ങൾ, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖുംതും ഇലസ്സലാത്തി ഫഗ്സിലൂ വുജൂഹക്കും. പരിശുദ്ധ ഖുർആൻ പറയാണ് വഅയ്ദിയക്കും ഇലൽ മറാഫിഖ്. അല്ലേ, നമസ്കാരത്തിലേക്ക് നിങ്ങൾ നിൽക്കുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങളെ മുഖവും കൈകാലുകളും അതുപോലൊക്കെ തലയുമൊക്കെ തടവിയിട്ട് കൊണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? നമസ്കാരത്തിലേക്ക് വരാൻ എന്ന് വിശ്വാസികളെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് ഖുർആൻ പറയാണ്. വംസഊ ബിറുഊസിക്കും വഅർജുലക്കും ഇലൽ കഅബൈൻ. വുളൂവിൻ്റെ ഒരു കൈഫിയത്ത് ഖുർആൻ പറയാണ്. അതിൻ്റെ വിശദീകരണമായി സുന്നത്തുകളൊക്കെ ചേർത്ത് അള്ളാഹുവിൻ്റെ റസൂൽ അതിൻ്റെ പൂർണ്ണ രൂപം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടെയും ശുദ്ധി പഠിപ്പിക്കുകയാണ്. ലാ തുഖ്ബലു സലാത്ത് ബിഗൈരി തുഹൂർ, ബിഗൈരി തഹൂർ. ശുദ്ധിയില്ലാതെ നിസ്കാരം സ്വീകരിക്കൂല. വുളൂ ഇല്ലാതെ നിസ്കാരം സ്വീകരിക്കൂല. വലിയ അശുദ്ധിക്കാരൻ കുളിക്കാതെ നിസ്കരിച്ചിട്ട് കാര്യമില്ല. ഒക്കെ വൃത്തിയായിട്ട് വേണം വരാൻ. നല്ല വസ്ത്രം അണിഞ്ഞ് നല്ല രൂപത്തിൽ വേണം നിസ്കാരത്തിലേക്ക് വരാൻ എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായിട്ട് പറയുന്നു. ഇനി എത്ര പറയുന്നുണ്ടറിയാം. ഇങ്ങനെ വൃത്തിയോടുകൂടെ ജീവിക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നതോടൊപ്പം തന്നെ പ്രിയമുള്ളവരെ, ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് വൃത്തിയായി ജീവിക്കാനുള്ള ഒരു അനുഗ്രഹമായി അല്ലാഹു സുബ്ഹാനഹു തആല മഴയെ നൽകുന്നു. നമുക്ക് കുടിക്കുവാനും ജീവിതത്തിൽ ഉപയോഗിക്കുവാനും മഴയെ നൽകുന്നു. ഒരിക്കലും ഒരു തവണ പോലും, അല്ലെങ്കിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ തടസ്സമായി മഴ തോന്നുന്നുവെങ്കിൽ ആ മഴയെ കുറ്റം പറയാൻ ഒരു വിശ്വാസി തയ്യാറാകരുത്. നമ്മൾ ശ്രദ്ധിക്കണം ആ വിഷയം. അള്ളാഹു ഇതൊക്കെ നിർത്തലാക്കിയാൽ ഒരിക്കലും അത് നൽകാൻ കഴിവുള്ള ഒരാളില്ല. അതാ നിസ്കാരത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പറയും അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത. അല്ലാഹുവേ, നീ നൽകുന്നതിനെ തടയാൻ ആരുമില്ല, നീ തടഞ്ഞതിനെ നൽകാൻ ഒരാളുമില്ല. അപ്പം അല്ലാഹ് മഴയെ നിർത്തിയാൽ, അല്ലേ, തുണി പൊക്കി മൂത്രമൊഴിച്ച മഴ പെയ്യുന്ന ചരിത്രമൊന്നും സ്വീകരിക്കൂല, അല്ലേ? അങ്ങനെ കുറേ കറാമത്തുകളൊക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. മഴയില്ല എന്ന് പരാതി പറഞ്ഞപ്പോൾ ഇപ്പം ശരി, ഇപ്പം മഴ പെയ്യുമെന്ന് പറഞ്ഞു, തുണി പൊക്കി മൂത്രമൊഴിച്ചു മഴ പെയ്തു എന്നാ. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ കുറേ വിഷയങ്ങൾ ഇപ്പോൾ കടന്നു വരുന്നുണ്ട്. കുറേ വിഷയങ്ങൾ കടന്നു വരും. നമ്മൾ പഠിക്കുക, ദീനിനെ പഠിക്കുക. നമ്മളാണ് പഠിച്ച് മനസ്സിലാക്കേണ്ടത്, അറിയേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. അപ്പം മഴ പൂർണ്ണമായ അനുഗ്രഹമാണ്. ഇനി മഴ കൂടുതലായിട്ട് അത് ഒരു നാശത്തിലേക്ക് വരികയാണെങ്കിലോ അങ്ങനെ സംഭവിക്കാം, ഇല്ലെന്ന് പറയുന്നില്ല. അങ്ങനെ വന്നാൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ, അതും ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. കാറ്റ് അനുഗ്രഹമാണ്, പക്ഷെ പരീക്ഷണമാകാം. അപ്പോഴും പ്രാർത്ഥിക്കാൻ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അതുകൊണ്ട് ഇതെല്ലാം മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ഈ ആദർശത്തെ, അള്ളാഹുവിൻ്റെ മതത്തിൻ്റെ ഈ ഒരു ആദർശത്തെ ഉൾക്കൊണ്ടുകൊണ്ട്, ഖുർആനിൻ്റെ താക്കീതുകളെ ഉൾക്കൊണ്ടുകൊണ്ട്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഉപദേശങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ജീവിതത്തെ ധന്യമാക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല അതിനെ തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഊസിക സാനിയം ബിത്തഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പറഞ്ഞു വന്നത്, രോഗങ്ങൾക്ക് കാരണം മഴയല്ല, അത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. എന്നാൽ രോഗങ്ങൾ ഉണ്ടാകാൻ മനുഷ്യർ കാരണമാകുന്നു എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ റസൂല് പറയാണ്, ഇങ്ങനെ പഠിപ്പിച്ച ഒരു നേതാവ് എവിടെയുള്ളത്? വഇദസ്തൈഖല അഹദകും മിൻ നൗമിഹി, നിങ്ങൾ ഉറക്കിൽ നിന്ന് ഉണർന്നാൽ, പഠിച്ചോളി, അള്ളാഹിൻ്റെ റസൂല് പഠിപ്പിച്ചതാണ്. ഹബീബായ റസൂൽ എന്തല്ല, ഒരു ഡോക്ടറല്ല, ഒരു സയൻറ്റിസ്റ്റ് അല്ല. ഹബീബായ റസൂല് പറഞ്ഞത് അള്ളാഹ് പറഞ്ഞു കൊടുത്തതാണ്. ആ റസൂല് പറയാണ്,
വൈദസ്തൈഖദ അഹദുകും മിൻ നൗമിഹി, നിന്റെ ഉറക്കിൽ നിന്ന് ഉണർന്നാൽ, നിങ്ങൾ ഉണർന്നാൽ, ഫൽയഗ്സിൽ യദഹു ഖബ്ല അൻ യുദ്ഖിലഹാ, അല്ലേ? നീ എന്ത് ചെയ്യണം? നീ നിന്റെ കൈകളെ വൃത്തിയായിട്ടൊന്ന് ആദ്യം കഴുകണമെന്ന് പഠിപ്പിച്ചു ഹബീബുന റസൂലുള്ളാഹി. വുളൂ ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മറ്റു പ്രവർത്തികളിലേക്ക് പോകുന്നതിന് മുമ്പ് നീ ആദ്യം നിന്റെ കൈകളെ കഴുകണമെന്നാണ് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഫി വുളൂഹി, അല്ലെങ്കിൽ അവൻ്റെ വുളൂഹിൽ അവൻ്റെ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? കൈകൾ വൃത്തിയാക്കണം എന്നാണ്. അങ്ങനെ പറയാൻ കാരണം, ഉറക്കിൽ നമ്മൾ ഒന്നും അറിയുന്നില്ല, എവിടെയെല്ലാം നമ്മുടെ കൈകൾ എത്തിയെന്ന് നമുക്കറിയില്ല, ശരീരത്തിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളിലാണ് നമ്മുടെ കൈകൾ കൊണ്ട് ചൊറിഞ്ഞത് എന്നറിയില്ല. അതുകൊണ്ട് നഖങ്ങളിൽ, കൈയിൻ്റെ ഉള്ളിൽ ഒക്കെ ഒരുപക്ഷെ രോഗാണുക്കൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് വൃത്തിയാക്കണം. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ പറയാ, ആ കയ്യിൽ എന്താണ് ബാധിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അറിയില്ല, അതുകൊണ്ട് കൈ വൃത്തിയാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിവാക്കിനെ കുറിച്ച് പഠിപ്പിച്ചു. അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നത്, അസ്സിവാക്കു മത്ഹറത്തുൽ ഫം, പല്ല് തേക്കൽ വായക്ക് ശുദ്ധീകരണവും, മർളാത്തുൽ റബ്ബ്, അള്ളാഹുവിന് തൃപ്തിയുള്ള കാര്യമാണ്. എങ്ങനെയാണ് സിവാക്ക്? വായയുടെ വൃത്തിയും അള്ളാന്റെ തൃപ്തിയും എന്നാണ്. വായയുടെ വൃത്തിയും അള്ളാന്റെ തൃപ്തിയും, അല്ലേ? അപ്പോൾ ഉറങ്ങാൻ പോകുമ്പോഴെന്ത് ചെയ്യണം? സിവാക്ക് ചെയ്യണം. അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചല്ലോ, ഞാൻ അള്ളാഹു നിർബന്ധമാക്കുമെന്ന് ഭയപ്പെട്ടൊരു കാര്യമാണ് എന്ത്? പല്ല് തേക്കൽ. അതുകൊണ്ട് നമുക്ക് പല്ല് തേക്കൽ എപ്പോഴൊക്കെ നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് അവിടേക്ക് ആ സമയത്തൊക്കെ പല്ല് തേക്കണം. പ്രത്യേകിച്ച് രാത്രി സമയത്ത്, അല്ലേ? നമ്മളെ ഇണകളുമായി ചേരുന്ന സമയമാണ്. അതല്ലെങ്കിൽ രാത്രി സമയത്ത് ഉറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ മക്കളുമായി ഇടപഴകുന്ന സമയമാണ്. അതല്ലെങ്കിൽ നമ്മുടെ ഉമ്മാൻ്റെ ചാരത്ത് ചെന്ന് കിടക്കുന്ന സമയമാണ്, ഉപ്പാൻ്റെ ചാരത്ത് ചെന്ന് കിടക്കുന്ന സമയമാണ്. അവർക്ക് അരോചകമായത് നമ്മുടെ വായിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. അതിനു മുമ്പ് വൃത്തിയായി ബ്രഷ് ചെയ്യണം. ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം കാര്യങ്ങൾ, അല്ലേ? അപ്പം രോഗം വരാതിരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വാസികളെ, മഴയാണ് ഇതിന് കാരണം എന്ന് പറഞ്ഞ് ആരും അതിന് ഇരിക്കണ്ട, അത് തെറ്റാണ്. നേരത്തെ പറഞ്ഞതുപോലെ മഴ പെയ്ത് അള്ളാഹു നമുക്ക് നൽകുന്ന ആ വെള്ളത്തെ അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കാതിരിക്കുമ്പോഴാണ് നമുക്ക് രോഗമായി വരുന്നത്. അതുകൊണ്ട് പരിസര ശുചിത്വം വളരെ അനിവാര്യമാണ്. ആ വിഷയത്തെ ഞാൻ നേരത്തെ പറഞ്ഞു, അല്ലേ? നമ്മൾ മലിനമാക്കാണ്. നമ്മുടെ പുഴകളും തോടുകളും കുളങ്ങളും ഒക്കെ നമ്മളാണ് മലിനമാക്കുന്നത്. ഹോട്ടലുകളിലെ വേസ്റ്റുകൾ ആരും അറിയാതെ കൊണ്ടിടുന്നത് പുഴയോരത്താണ്. അതുപോലെ വയലുകളിലാണ്, കുളങ്ങളിലാണ്. ഇതെല്ലാം ചീഞ്ഞ് അതിൽ നിന്ന് ഉത്ഭവിക്കുന്നതൊക്കെ അതിൻ്റെ പരിസരത്തുള്ള വീടുകളിലേക്ക്, മനുഷ്യരിലേക്ക് പടർന്നു പോകുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പം നമ്മളാണ് നശിപ്പിക്കുന്നത്, ചെയ്യരുത്. നമ്മുടെ വീട്ടിലാണെങ്കിലും ഹോട്ടലിലാണെങ്കിലും അത്തരത്തിലുള്ള ആ വേസ്റ്റുകളെ അത് ഇല്ലാതാക്കാനുള്ള സംവിധാനങ്ങൾ മനുഷ്യർക്കും ചുറ്റുപാടുകൾക്കും പരിസ്ഥിതിക്കും കേടുപാടില്ലാത്ത രൂപത്തിൽ ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. പിന്നെ ഈ റസൂല് പഠിപ്പിച്ചു, അത്തഹൂർ ശത്രുൽ ഈമാൻ. നോക്ക്, നിങ്ങൾ ഈമാനിൻ്റെ പകുതി അത് വൃത്തിയാണ്. സുബ്ഹാനല്ലാഹ്, എന്തെല്ലാമാണ് ദീനിലൂടെ പഠിപ്പിച്ചത്, മനസ്സിലായോ? അപ്പം അതുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് ധാരാളം ഇനിയും പറയാനുണ്ട്. എത്ര ഹദീസുകളാണ്, എത്ര ഖുർആനിക വചനങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ബോധവും ബുദ്ധിയുമുള്ളവർക്ക് ഇത് മതിയാകും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ഓരോരുത്തരും ആ വിഷയത്തെക്കുറിച്ച് പഠിക്കുകയും ഈ മഴക്കാല സമയത്ത് നമ്മുടെ വീട്, പരിസരം, നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം അത് കൃത്യമായി ശ്രദ്ധിക്കുകയും ചെയ്താൽ
ഒരു പരിധിവരെ രോഗത്ത് നമുക്ക് വിട്ടുനിൽക്കാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങനെ ശ്രദ്ധിക്കാനും അതുപോലെ തന്നെ ശ്രദ്ധയോടുകൂടെ മുന്നോട്ട് പോകുവാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. ഇതിങ്ങനെ എല്ലാ ഖുതുബകളിലും ഒക്കെ നിങ്ങളോട് പറയെങ്കിലും എത്ര ആളുകൾ ഇത് കേൾക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഈ പള്ളി നിറയെ ആളുകളുണ്ട്. ഇവിടുത്തെ ക്ലാസ്സുകളിൽ എത്ര ആളുകൾ പങ്കെടുക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. ഒരു ക്ലാസ് ഉണ്ടെന്നൊരു വിവരം കിട്ടിയിട്ട് ആ ക്ലാസ്സിൽ പങ്കെടുക്കാൻ അവസരം ഉണ്ടായിട്ട് നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ആരാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറേ കണ്ട് ക്ലാസ്സിന് വരാതിരിക്കുകയും ദീന് പഠിക്കാതിരിക്കുകയും ചെയ്താൽ പിന്നെ എന്താണ് അള്ളാഹ് ചെയ്യുക എന്നുള്ളതും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പലതവണ നമ്മൾ വിശദീകരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹിൻ്റെ വെറുപ്പ് മേടിക്കരുത്. നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ ഇഷ്ടം നിങ്ങൾ മേടിക്കണം. അതുമാത്രമാണ് ഇനി പറയാൻ പോകുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എല്ലാ വെള്ളിയാഴ്ചയും മഗ്‌രിബിന് ശേഷം ഇവിടെ വിജ്ഞാന സദസ്സ് നടക്കുന്നുണ്ട്. കുടുംബസമേതം പങ്കെടുക്കാം. അതുപോലെ എല്ലാ ഞായറാഴ്ചയും രാവിലെ 7 മണിക്ക് ഖുർആൻ ക്ലാസ് ഉണ്ട്. എല്ലാവരും പങ്കെടുക്കുക ഇൻഷാ അല്ലാഹ്. ഈ വെള്ളിയും അതുപോലെ ഞായറും ആഴ്ചയിലെ 2 ദിവസത്തിൽ കുറച്ച് സമയം ഉപയോഗപ്പെടുത്തിയാൽ അറിവുകൾ നമുക്ക് ധാരാളം കിട്ടും. ഈ ജീവിതം എന്ന് അവസാനിക്കുമെന്ന് നമുക്കറിയില്ലല്ലോ. പരലോകത്തിൻ്റെ ആദ്യ കവാടമാകുന്ന ആ ഖബറിൽ എത്തിപ്പെടുമ്പോൾ ആ ഖബർ രക്ഷപ്പെടാനും വെളിച്ചം കിട്ടാനും അവിടെ നിന്ന് അള്ളാഹുവിൻ്റെ സഹായം കിട്ടാനും ബർസഖിയായ ജീവിതം സുഖകരമാകാനും ഒക്കെ ഇൻഷാ അല്ലാഹ് ഈ രൂപത്തിലുള്ള പഠന ക്ലാസ്സിൽ പങ്കെടുക്കുകയും നമുക്ക് ആവശ്യമായ ചാർജ് അതിലൂടെ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ചെറുതും വലുതുമായ പാപങ്ങളെയൊക്കെ പുറത്ത് അവൻ ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലും ചെറിയ ചെറിയ ദുരന്തങ്ങൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ലാഹുവെ അത്തരം ദുരന്തങ്ങളിൽ നിന്നും പ്രയാസങ്ങളും ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ. അല്ലാഹുവെ അതിലകപ്പെട്ടു പോയവർക്ക് അല്ലാഹുവെ മനസ്സിന് സ്ഥൈര്യം നൽകണം റഹ്മാനെ. അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഞങ്ങളെ നീ അകപ്പെടുത്തല്ല റഹ്മാനെ. അല്ലാഹുവെ ദീനോട് മുഅ്മിനായി മുസ്ലിമായി ജീവിച്ച് മരിക്കാൻ തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവെ ഒരു സഹോദരി ഹോസ്പിറ്റലിലാണ്. രോഗശമനത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവെ അവരുടെ രോഗത്തിന് ശിഫ നൽകണം നാഥ. അല്ലാഹുവെ അവരുടെ രോഗത്തിന് ശിഫ നൽകണം നാഥ. അതുപോലെ ഒരുപാട് ആളുകൾ അല്ലാഹുവെ പലതരത്തിലുള്ള പല പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് റഹ്മാനെ. അവർക്ക് ആശ്വാസമേൽക്കാനും അവരെ സഹായിക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين وصلى الله على محمد وآله وصحبه أجمعين.